അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 926 രൂപീകരിച്ചു. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കൾക്ക്, വരുന്ന തലമുറകൾക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അസ്തിത്വം ഇവിടെ നിലനിർത്താൻ സമസ്ത മുന്നോട്ട് വന്നതും അതിൻ്റെ നേതൃപദവിയിൽ അലങ്കരിച്ച മഹത്തുക്കളെക്കുറിച്ചും അതിൻ്റെ പോഷക ഘടകങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു വിവരണം നൽകുക എന്നുള്ളത് കാലോചിതമായ ആവശ്യമാണല്ലോ. ഒരു ലഘു വിവരണമാണ് ഇവിടെ നൽകുന്നത്. സമസ്തയുടെ സ്ഥാപക പ്രസിഡന്റ് അത് വരക്കൽ മുല്ലക്കോയ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിച്ച വർഷം 1926 ജൂൺ മാസം 26. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. സമസ്തയുടെ ഒന്നാമത്തെ ജനറൽ സെക്രട്ടറി, ആദ്യത്തെ സെക്രട്ടറി അത് PV മുഹമ്മദ് മൗലവിയാണ്. സമസ്തയുടെ പതാക നിലവിൽ വന്നത്, ഇന്ന് നമ്മൾ കാണുന്ന സമസ്തയുടെ പതാക നിലവിൽ വന്നത് 1959 സെപ്റ്റംബർ മാസം 15. സമസ്തയുടെ കമ്പ്യൂട്ടർമാൻ എന്ന പേരിൽ അറിയപ്പെട്ട ആള് എന്ന് പറഞ്ഞാൽ സമസ്തയുടെ ഓരോ റെക്കോർഡുകളും അതാത് കൃത്യസമയത്ത് തന്നെ ഇടപെട്ട് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള പ്രഗത്ഭരായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട MM ബഷീർ മുസ്ലിയാരാണ്. സമസ്തയുടെ ആദ്യത്തെ മദ്രസയുടെ പേര്, മദ്രസ ഉണ്ടാക്കി തുടക്കം കുറിക്കുമ്പോൾ അതിൻ്റെ 1-ാം നമ്പറായിട്ടുള്ള മദ്രസയുടെ പേര് ബയാനുൽ ഇസ്ലാം മദ്രസ പുതുപ്പറമ്പ്. സമസ്തയുടെ പ്രധാന മുഖപത്രം, തുടക്ക കാലഘട്ടത്തിലുണ്ടായിരുന്ന മുഖപത്രമാണ് അൽ ബയാൻ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക നേതാക്കളിൽ അവസാനം വഫാത്തായ മഹാൻ അത് മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാറാണ്. കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായ വർഷം 1993. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്ന യോഗത്തിൽ പ്രാർത്ഥന നിർവഹിച്ചത് മഹാനായ വരക്കൽ മുല്ലക്കോയ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണ യോഗം നടന്നത് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതൊരു സംഘടനയല്ല, അത് സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ രൂപമാണ് എന്ന് പറഞ്ഞ മഹാപണ്ഡിതൻ. ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആണത്. സമസ്ത ഒരു രാഷ്ട്രീയ സംഘടനയല്ല, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതിക താല്പര്യത്തിന്റെ ഒരു സംഘടനയല്ല, അല്ലെങ്കിൽ ഒരു ചാരിറ്റി പ്രവർത്തന സംഘടനയല്ല. അത് സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥമായ അഹ്ലു സുന്നയുടെ ആദർശം പറയുന്ന രൂപമാണ് എന്ന് പറഞ്ഞ പണ്ഡിതൻ മഹാനായ ഷംസുൽ ഉലമയാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ സമസ്തയുടെ ജനറൽ സെക്രട്ടറി പദവി അലങ്കരിച്ച മഹാൻ അത് ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരാണ്. 1957 മുതൽ 1996 വഫാത്ത് വരെ. അതുപോലെ ഏറ്റവും കൂടുതൽ സമസ്തയുടെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചത് അത് മഹാനായ കണ്ണിയത്ത് ഉസ്താദാണ്. 1967 മുതൽ വഫാത്താകുന്ന 1993 വരെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവർ അംഗമായി പണ്ഡിതൻ എത്ര വർഷമാണ് കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടായത്? 67 വർഷം. സംസ്ഥാലയം സ്ഥാപിച്ച വർഷം, സംസ്ഥാലയം എന്ന് പറഞ്ഞാൽ ചേളാരിയിൽ ഇപ്പോഴുള്ള സംസ്ഥാലയം, അത് 1970 സമസ്തയുടെ പ്രഥമ പോഷക സംഘടന, ധാരാളം പോഷക ഘടകങ്ങളുണ്ട്. ആദ്യത്തെ അതിൻ്റെ വിങ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്നറിയപ്പെടുന്ന SKIMVB. സമസ്തയുടെ ഭരണഘടന രജിസ്റ്റർ ചെയ്തത് 1934. പ്രത്യേകം ശ്രദ്ധിക്കണം, ഭരണഘടന വളരെ പ്രധാനപ്പെട്ടതാണ്. അത് രജിസ്റ്റർ ചെയ്തത് 1934. സമസ്തയുടെ 1-ാം സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? 1927 ഫെബ്രുവരി 7 താനൂരിൽ വെച്ചാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഷെയ്ഖാനി എന്ന പേരിൽ അറിയപ്പെടുന്നത് അത് മഹാനായ ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരും കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ അവർകളും. അതുപോലെ പ്രാർത്ഥനാ ദിനമായി ആചരിക്കുന്നത് റബീഉൽ ആഖിറിലെ ആദ്യത്തെ ഞായറാഴ്ച. ഇൻഷാ അല്ലാഹ് അത് നമ്മിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. കേരളത്തിലെ ആദ്യത്തെ ശരീഅത്ത് കോളേജ് ജാമിഅ നൂരിയ അറബി കോളേജ് പട്ടിക്കാട്. ഷംസുൽ ഉലമ വഫാത്തായ വർഷം 1996. കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായ വർഷം